ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഓണാട്ടുകര സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ്. വറുത്തരച്ച ചെമ്മീൻ കറി. ഇത് നമ്മൾ മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ വിറകടുപ്പിലൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അന്നേരം സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. നമുക്കന്നേരം സ്റ്റാർട്ട് ചെയ്യാം. ഒരു തേങ്ങ തിരിങ്ങിയത് നമുക്ക് വറുക്കാം. നല്ല കളർ വരുന്നിടം വരെ മൂപ്പിക്കണം തേങ്ങ. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആണ് ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാൽ സ്പൂൺ ഉലുവാപ്പൊടി. ഇവയെല്ലാം കൂടെ ചൂടാറിയിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇനി നമ്മുടെ ഒരു കറിക്കറി എടുത്ത് അടപ്പയിലോട്ട് വെക്കുക. 1/2 കിലോ കൊഞ്ച് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനോട് ആഡ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് വേവിക്കണം. കൊഞ്ച് പാതി വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 4 കിഴങ്ങ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 3 ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള ഇല്ലയോ? അത് കഴിഞ്ഞ് 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. 2 വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വറുത്ത് പൊടിച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശേഷം ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വേവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കുക. അപ്പം നല്ല ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട് അവൻ. ലേശം ഉപ്പ് കൂടി വേണം. അതിന് ശകല ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല സ്വാദിഷ്ടമായ വറുത്തരച്ച ചെമ്മീൻ കറി തയ്യാർ. ഓണാട്ടുകര സ്പെഷ്യൽ ചെമ്മീൻ കറി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്തിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അന്നേരം ഞാൻ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.